Hi, good evening. Welcome to the Chat with a Traveler. It's a program created for the Apongo students of History Department, Unity Women's College, Manjeri. നമ്മൾ പൊതുവെ പറയാറുണ്ട് ലൈഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസസ് റൈറ്റ് ദ മോർ എക്സ്പീരിയൻസ് ദ ബെറ്റർ യു ഈച്ച് എക്സ്പീരിയൻസ് മേക്സ് us bigger even though sometimes it is hard to realize that. ഇന്ന് നമ്മുടെ കൂടെ ചാറ്റ് വിത്ത് എ ട്രാവലർ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ എത്തിയ വ്യക്തി അനുഭവങ്ങൾ കൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ബ്ലോഗറാണ്, ട്രാവൽ ഏജന്റ് ആണ്, ഒരു ടൂർ ഗൈഡാണ്. ഹി വാസ് എ ടീച്ചർ, ഹി വാസ് എ അസാപ് ട്രെയിനർ. അങ്ങനെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവമുള്ള ഒരു വ്യക്തിയെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയത്. ഞാനിന്ന് സ്വാഗതം പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ തബ്ഷീർ മച്ചാൻ എന്നുള്ള പേരിലും ഫേസ്ബുക്കിൽ ട്രാവൽ വിത്ത് തബ്ഷി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മലപ്പുറത്തുകാരനായ തബ്ഷീർ CP എന്ന വ്യക്തിയാണ്. നല്ല ആണത്തുള്ള ശബ്ദത്തിനുടമയായ തബ്ഷീർ സാറ് നമ്മളോട് ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ സംസാരിക്കുന്നത് ജോർജിയയിലെ തിബിലിസ് എന്നുള്ള പ്രദേശത്ത് നിന്നാണ്. On behalf of the History Department, on behalf of the Unity Women's College, especially on behalf of my students of historical tourism, I welcome you to this program. Tabshir sir, over to you. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. സ്പെഷ്യലി ഷെബീർ സാറിൻ്റെ ഒരുപാട് നന്ദി ടു ഗിവ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് സ്പെഷ്യലി യൂണിറ്റി വുമൻസ് കോളേജിൻ്റെ ലൈഫിൽ ഒരുപാട് ടേണിങ് ഉണ്ടാക്കിയ ഒരു കോളേജും കൂടിയാണ്. കാരണം ഒരുപാട് എനിക്ക് പേഴ്സണൽ റിലേഷൻ ഉണ്ട്. ഞാൻ പലതവണ വന്നിട്ടുണ്ട്. എവറിത്തിങ് ഈസ് വർക്കിംഗ് വെൽ ആൻഡ് ഓക്കെ താങ്ക് യു സർ. ബാബു സാറാണെങ്കിലും വിനീത മാം ആണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സാറിങ്ങനെ ഈ വിഷയം സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എനിക്കൊരുപാട് പുഷ് തന്നിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ കോളേജാണ് യൂണിറ്റി. കാരണം ഞാൻ എൻ്റെ ട്രെയിനിങ് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ ഗോട്ട് ചാൻസസ് ഓവർ ദർ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് സന്തോഷം. പേര് തബ്ഷീറാണ്. സാറ് ആ ഇൻട്രൊഡക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്കതൊരു ഭയങ്കര കേട്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം. നാട് നിലമ്പൂരാണ്, മമ്പാട് എന്ന് പറയും. പിന്നെ വൈഫ് നൗറിൻ ഇപ്പോൾ ഫൈനൽ ഇയർ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ വേറെ 1-2 കോഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് വെരി സൂൺ അവളും ജോർജിയയിലെത്തും. ഇപ്പോൾ ജോർജിയയിലാണുള്ളത്. ഒരു 3.5 വർഷമായിട്ട് MBA ഫൈനൽ ഇയർ ആണ്. അതിൻ്റെ കൂടെ കുറേ ചെറിയ ചെറിയ ഹോബീസ്, അതാണ് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടിങ്. ഞാനിപ്പോൾ അങ്ങോട്ട് ഒരു റിപ്പോർട്ട്, അതായത് ഈ വരുന്ന ഞായറാഴ്ചക്കുള്ള റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ട് നേരെ ലൈവിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. എനിക്ക് സംസാരിക്കാൻ കുറച്ചും കൂടി കംഫർട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ, ബിക്കോസ് ഓക്കെ ലെറ്റ് മീ സ്റ്റാർട്ട്. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ MBA ഫൈനൽ ഇയർ ആണ്. അതിൻ്റെ കൂടെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൗ ഡിഡ് യു റീച്ച് ജോർജിയ? ഞാൻ അസാപ്പിൽ ഒരു 3.5 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്യേണ്ടിയിരുന്നു നാട്ടിലുള്ള സമയത്ത്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിയാണ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നി. MBA എടുക്കാം എന്നൊരു പ്ലാനിൽ ഞാൻ MA ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കത് എത്രത്തോളം എനിക്ക് കംഫർട്ടബിൾ അല്ല. അങ്ങനെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് MBAക്ക് പോവാം എന്നൊരു പ്ലാൻ ഇട്ടു. അങ്ങനെ ഏത് കൺട്രി എന്നുള്ളതിനെ കുറിച്ച് കുറേ കാലം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡ്, കാനഡ, കുറേ രാജ്യങ്ങൾ. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എൻ്റെ ബഡ്ജറ്റ് ആയിട്ട് കണക്റ്റ് ആവുന്നില്ല. ഞാൻ എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ഒന്ന് പ്ലാൻ ചെയ്യുന്ന ആളാണ്. എൻ്റെ ട്രാവലായാലും ഞാൻ എടുക്കുന്നൊരു വണ്ടിയാണെങ്കിലും. കാരണം പോക്കറ്റിൽ അത്രേ ക്യാഷേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് വേണമല്ലോ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ ന്യൂസിലാൻഡും കാനഡയും ഒന്നും നടക്കാതെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇവിടെ മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് ജോർജിയയിലുണ്ട്. ജോർജിയ മെഡിസിൻ പഠനത്തിന് ഭയങ്കര ഫേമസ് ആയൊരു രാജ്യമാണ്. അപ്പോൾ അവരൊരു 10-12 പേര് നാട്ടിലവരുണ്ട്. ഞാൻ അവരെ വിളിച്ചു, സംസാരിച്ചു. ഇവിടെ MBA ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് ഞാൻ ജോർജിയയിലെത്തുന്നത്. ഇപ്പോൾ എത്തിയിട്ടൊരു 3.5 വർഷമായി. ജോർജിയയുടെ ക്യാപിറ്റലായിട്ടുള്ള ടിബിലിസിയിലാണ് 3.5 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. MBA ഓൾമോസ്റ്റ് തീരാറായി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ളത് പാർട്ട് ടൈം ജോലിയൊക്കെ വലിയൊരു പ്രശ്നമായിരുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ MBBS ആണ് ചെയ്യുന്നത്.
വാട്ട് ഈസ് ദ കൾച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ജോർജിയ ആൻഡ് കേരള? കൾച്ചർ ഡിഫറൻസ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് വെച്ചാൽ ഇവരൊരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്, ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇവരുത്. അതായത് വേറൊരാളുടെ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല. അയൽവാസികൾ തമ്മിൽ വീടിൽ കയറിയിട്ടുള്ള ഒരു ബന്ധം വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആളുകൾ തൊട്ട് അടുത്ത വീട്ടിലേക്ക് കയറുക, അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വരിക, അങ്ങനെ വീടിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഒരു കൾച്ചർ വളരെ കുറവാണ്. ഇവർ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. നമ്മൾ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒരു പാർട്ടി എന്തെങ്കിലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെയാണ് ഇവർ നടത്തുക. അങ്ങനെ ഒരു കൾച്ചറാണ്. ആൻഡ് സ്പെഷ്യലി പറയുകയാണെങ്കിൽ ജോർജിയ യൂറോപ്യൻ ഏഷ്യൻ കൾച്ചറിൻ്റെ മിക്സാണ്. യുറേഷ്യൻ കൺട്രി എന്നാണ് ശരിക്കും ജോർജിയ അറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ കൾച്ചറും ഉണ്ട്, പ്ലസ് നമ്മുടെ ഒരു ഏഷ്യൻ കൾച്ചറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള. അതായത് ചില ആളുകൾ നമ്മുടെ വല്യമ്മ വല്യപ്പ ഉപ്പ ഉമ്മ എല്ലാവരും ഭയങ്കര മിക്സായിട്ട് ജീവിക്കുന്ന വീടുകളും, തൊട്ടപ്പുറത്ത് തന്നെ യൂറോപ്യൻ സ്റ്റൈലിൽ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ആളുകളും, ഒരു സൈഡിൽ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് നാട്ടിലൊക്കെ ആളുകൾ നടക്കുന്ന പോലെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടുള്ള ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന ആളുകളും, സെയിം സൈഡിൽ തന്നെ യൂറോപ്യൻ സ്റ്റൈലിൽ ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന ആളുകളും, ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ രണ്ട് കൾച്ചറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? ഞാൻ സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ജോലിയില്ല. ഞാൻ പുതിയ ജോലികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പുതിയൊരു കാര്യം പഠിക്കുക, പുതിയ കാര്യത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ ഒരു ഡ്രീം ജോബില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അറൗണ്ട് 28 years old ആയി, അത്യാവശ്യം പ്രായമായി. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാത്ത ജോലികളില്ല. ഞാൻ ഒരു ഡോക്ടറുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, വ്ളോഗിങ് ചെയ്യുന്നുണ്ട്, ന്യൂസ് റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്, ടീച്ചറായിട്ടുണ്ട്, ട്രെയിനറായിട്ടുണ്ട്, ടെക്സ്റ്റൈൽസിൽ സെയിൽസ്മാൻ ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ എറണാകുളത്ത് ഡിക്ഷണറി വിറ്റ് കുറച്ച് കാലം നടന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വരുമല്ലോ, ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ആളുകളോട് സംസാരിക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം. യു ആർ ഗിവിങ് ഡീപ്പ് ഇമ്പോർട്ടൻസ് ടു ഫ്രണ്ട്ഷിപ്പ്. വാട്ട് ഈസ് യുവർ ഡെഫിനേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇൻ യുവർ ലൈഫ് ജേർണി? ഞാൻ അത് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു ഇൻസ്റ്റാഗ്രാമറാണ്. ഞാൻ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് എൻ്റെ പോസ്റ്റുകളൊക്കെ ഇടാറുള്ളത്. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഈ ഒരു സബ്ജക്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്സിനെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നന്നായിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് പോസ്റ്റർ ചെയ്യിപ്പിക്കും. നന്നായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്യിപ്പിക്കും. ഇറ്റ് ഷുഡ് ബി എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ വാട്ട് എവർ അച്ചീവ്ഡ് അതിൽ നല്ലൊരു പാർട്ടും എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ലാംഗ്വേജ് ആണെങ്കിലും കമ്പ്യൂട്ടർ സ്കിൽസ് ആണെങ്കിലും എൻ്റെ ആദ്യത്തെ ട്രാവലിംഗ് ട്രിപ്പാണെങ്കിലും എല്ലാം ഫ്രണ്ട്സാണ് ചെയ്തു തന്നിട്ടുള്ളത്. ഈവൻ ഇപ്പം ഞാൻ ജോർജിയയിൽ നിൽക്കുമ്പോഴും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ ഉമ്മയുടെ കാര്യങ്ങളും എല്ലാം അവിടെ പോയി അന്വേഷിക്കുന്നതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. സോ ഫ്രണ്ട്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. Tell us few life experience that shaped your present life. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം ട്രാവലിംഗ് തന്നെയാണ്. ഞാൻ അറൗണ്ട് കോളേജിലൊരു സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ബഡ്ജറ്റ് NSS ക്യാമ്പുകൾ ആ രീതിയിലൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിലും ക്യാഷ് ഇല്ലെങ്കിലും എങ്ങനെ ജീവിക്കാം എന്നുള്ളത് ശരിക്കും പഠിച്ചത് ഈ ഒരു സമയത്ത് തന്നെയാണ്, ട്രാവലിംഗ് സമയത്ത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജോർജിയ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് നമുക്ക് ജോബില്ല, ഇൻകം ഇല്ല, ബിസിനസ്സുകളൊന്നും നടക്കുന്നില്ല. ബട്ട് സ്റ്റിൽ മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ട് ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. അത് പഴയ യാത്രയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് തന്നെയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ട്രാവൽ ചൈൽഡ്ഹുഡ് മെമ്മറി? ചൈൽഡ്ഹുഡ് മെമ്മറി, എനിക്ക് ഏറ്റവും പേഴ്സണൽ ടച്ചുള്ള ഒരു ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു യാത്ര ഞാൻ പോയത് 2000-ലാണ് ഉപ്പ മരിക്കുന്നത്. അപ്പോൾ ഉപ്പ മരിച്ചതിന് ശേഷം പണ്ട് ഞങ്ങൾ കോഴിക്കോട് താമസിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് ഒരു 8-10 വർഷത്തോളം പോയിട്ടില്ല, കുറേ കാലങ്ങളായിട്ട് അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വെക്കേഷൻ്റെ മുന്നത്തെ വെക്കേഷന് നാട്ടിൽ പോയിട്ട് ഞാൻ ആ പഴയ താമസിച്ച സ്ഥലത്തിലൂടെ അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നു. കോഴിക്കോട് കിനാശ്ശേരി എന്ന് പറയും. അതിൻ്റെ ലൈഫിൽ ഞാൻ പോയ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു യാത്ര എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം ഇമോഷണൽ ടച്ച് ആയിരുന്നു അതിലെ ആ പഴയ വഴിയിലൂടെ നടക്കുമ്പോൾ, പഴയ വീട് കാണുമ്പോൾ, പഴയ അയൽവാസികളൊക്കെ പോയി കാണുമ്പോൾ. ഇറ്റ്സ്
ഭയങ്കര ഫീൽ ചെയ്തൊരു യാത്രയായിരുന്നു. ഞാൻ പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് യാത്ര ചെയ്യാൻ നമ്മൾ ലഡാക്കിലോ മണാലിയിലോ അല്ലെങ്കിൽ കാശ്മീരൊന്നും പോകണമെന്നില്ല. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റിലൂടെ നേരെ നടന്നാൽ തന്നെ മതി. ഒരുപാട് കാഴ്ചകൾ കാണാം, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതന്നെ ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളിലൊക്കെ ഒരു രാവിലെ 10-11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് രാത്രി 7-8 മണി വരെ നടക്കലാണ് എല്ലാ ദിവസവും. എന്നാൽ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ടാണ് തിരിച്ച് റൂമിലേക്ക് കയറിയത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നടക്കുന്നതായിരിക്കും. Give us your description about Georgia's major tourist attraction in the world. ജോർജിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു കൺട്രിയാണ്. പഴയ റഷ്യൻ രാജ്യമായിരുന്നു. പിന്നെ ഒരു വാറൊക്കെ കഴിഞ്ഞ് റഷ്യയിൽ നിന്ന് പിരിഞ്ഞു പോയ രാജ്യമാണ്. 4 ബോർഡറുകളാണ് ജോർജിയക്കുള്ളത്. അസർബൈജാൻ, അർമേനിയ, തുർക്കി, റഷ്യ. 4 ബോർഡറുകളാണുള്ളത്. ജോർജിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ രാജ്യമാണ്. എക്സ്പെൻസ് വളരെ കുറവാണ്. ഒരു ട്രാവലറെ സംബന്ധിച്ചോളം വളരെ ലോ കോസ്റ്റിൽ ഇവിടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റാണ്. കാരണം എല്ലാ രീതിയിലുള്ള ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. പിന്നെ ജോഗ്രഫിക്കലിയാണ് ജോർജിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ തരം കാര്യങ്ങളും ഇവർക്കുണ്ട്. അതായത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈലുള്ള സിറ്റി ഉണ്ട്. സെയിം ടൈം വളരെ ലോക്കലായിട്ടുള്ള വില്ലേജസ് ഉണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയിൻസ് ഉണ്ട്. ആൻഡ് ഒരു രാജ്യത്ത് നമ്മൾ പോകുമ്പം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രാജ്യമാണ് ജോർജിയ. അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് 10 ലിസ്റ്റിലാണ് ജോർജിയ ഇപ്പോൾ നിൽക്കുന്നത്. ക്യാൻ യു ഷെയർ ദി എംപറാസിംഗ് മൊമെൻറ്റ് ഹാപ്പൻ ഇൻ ജോർജിയ? എംപറാസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുഖത്ത് അടി കിട്ടിയ ഒരു സംഭവമുണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എങ്ങനെ ഈ ഒരു സൊസൈറ്റി, കാരണം ഇവിടെ കംപ്ലീറ്റ്ലി വേറൊരു എക്സ്പീരിയൻസ് ആണ്, വേറൊരു ലൈഫ് സ്റ്റൈലാണ് ആളുകൾക്കൊക്കെ. ഇതിൽ പൊരുത്തപ്പെട്ട് പോകുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഉറക്കെ സംസാരിക്കുന്ന ആളുകളാണ്, സമയം നോക്കാതെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ ഒരു കൾച്ചർ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കെ സംസാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. പക്ഷേ വേറൊരു കൾച്ചറിലേക്ക് പോകുമ്പം ഇതൊക്കെ വേറൊരു സ്റ്റൈലാണ്. ഇത് വന്ന കുറേ എക്സ്പീരിയൻസിലൂടെയാണ് ഇത് പഠിച്ചത്. വന്ന സമയത്ത് ഇത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് മാറി ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു 2 മണിയോട് കൂടിയിട്ടാണ് ഷിഫ്റ്റിംഗ് കഴിഞ്ഞ്. അപ്പോൾ ഓൾറെഡി താമസിച്ച അപ്പാർട്ട്മെൻറ്റിലെ ഹൗസ് ഓണറുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയപ്പോൾ പുതിയ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയ ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾ രാത്രി 2 മണിക്ക് പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി അപ്പാർട്ട്മെൻറ്റിൽ. ഇത് വന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാൽക്കണിയിൽ നിന്നുണ്ട് ഭയങ്കര തെറി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് ജോർജിയൻ ഭാഷയിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കുറേ കഴിഞ്ഞ് പിന്നെ മനസ്സിലായി നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ടാണ് എന്നുള്ളത്. അങ്ങനെ സോറിയൊക്കെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു 5 മണിയായപ്പം കതകിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തട്ടുന്നുണ്ട്. ഞാൻ ചെന്നു, കതക് തുറന്നപ്പം നേരെ ഇങ്ങനെ കോളറിൽ പിടിച്ചിട്ട് ചെകിട്ടത്തൊരു അടിയാണ്. ആ വീട്ടിലെ കുറച്ച് പ്രായമുള്ള ഒരാൾ വന്നിട്ട് അടിച്ചിട്ട് സൈസാക്കി മുപ്പര്. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞത് ഇവിടെ ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ ഒരുവിധം അപ്പാർട്ട്മെൻറ്റ്സിൽ ആരും ശബ്ദം ഉണ്ടാക്കില്ല. ഇറ്റ് ഷുഡ് ബി വെരി സൈലൻറ്റ്. നിങ്ങൾക്ക് പാർട്ടി നടത്തണമെങ്കിൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഏരിയയിൽ പോയിട്ട് ചെയ്യണം. ആ ഒരു അടിയോട് കൂടിയിട്ടാണ് ശരിക്കും അതിങ്ങോട്ട് പഠിച്ചത്. അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് രാത്രി 8 മണിക്ക് ശേഷം ബഹളം ഉണ്ടാക്കരുത് എന്നുള്ളത്. അങ്ങനെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ഒരു അടി എപ്പോഴും വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ ആ അടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ജോർജിയ ഇൻ ദിസ് കോവിഡ് പീരീഡ് എസ്പെഷ്യലി ഇൻ ട്രാഫിക്? ഇപ്പോഴത്തെ ജോർജിയയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേൾഡിൽ ആഫ്റ്റർ കോവിഡിൽ പോവാൻ പറ്റുന്ന സേഫസ്റ്റ് 10 ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ഇപ്പോൾ ജോർജിയ. വേൾഡിലെ ടോപ്പ് 10 ലിസ്റ്റിലാണ് ഇപ്പോൾ ജോർജിയ ഉള്ളത്. സേഫസ്റ്റ് കൺട്രി ഇൻ കോവിഡ് എന്നുള്ളത്. കാരണം 972 കേസസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അറൌണ്ട് 800 കേസസ് ഇപ്പോൾ തന്നെ. ഇതാണ് ട്ബിലിസി സിറ്റിയുടെ ഒരു സൈഡാണ് ഞാൻ താമസിക്കുന്ന. ഇത് ശരിക്കും സിറ്റിയുടെ ഒരു ബോർഡർ വരുന്നൊരു ഭാഗമാണിത്. ആൻഡ് മെയിൻ സിറ്റി ഇവിടുന്ന് കാണുമെന്ന് അറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെയിൻ ടൗണ് വരേണ്ടത്. പക്ഷേ എൻ്റെ ബിൽഡിംഗ് ഇവിടെ കവറായി നിൽക്കുന്നത്. നല്ല വിൻഡ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാനുള്ളതിന് മെയിൻ കാരണം വെച്ചാൽ ജോർജിയയുടെ ട്ബിലിസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്നുണ്ടോ, ഇത് ട്ബിലിസിയിലെ സിറ്റി സെൻറ്ററാണിത്. സിറ്റി സെൻറ്റർ തന്നെ കംപ്ലീറ്റ്
മൗണ്ടെയ്ൻസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. Not Isari Metro, bro. It's like near. See, From Isari Metro, you have to follow. ഈ സിറ്റി കണ്ടോ? ഈ സിറ്റി കംപ്ലീറ്റ് മൗണ്ടെയ്ൻസ് ആണ്. കൊക്കാസസ് മൗണ്ടെയ്ൻസ് എന്നാണ് പറയുക. ജോർജിയയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ പറയുന്നത്, ഞാനത് കാണിച്ചു തരാൻ വേണ്ടി പുറത്ത് വന്നതാണ് കേട്ടോ. ജോർജിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സിറ്റി കംപ്ലീറ്റ്, ഈ രാജ്യം കംപ്ലീറ്റ് മൗണ്ടെയ്ൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയ്ൻസ് കാണാൻ പറ്റും. അപ്പം അത് ഏറ്റവും വലിയ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. കാരണം നല്ലൊരു മൗണ്ടെയ്നിൽ പോകാൻ നമുക്ക് വി ഡോണ്ട് ഹാവ് ടു ട്രാവൽ അലോട്ട്. ഒരു 15-20 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിറ്റിയിൽ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയ്ൻസിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺട്രിയുടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി കവേർഡ് ബൈ മൗണ്ടെയ്ൻസ്. പിന്നെ അതേപോലെ തന്നെ മഞ്ഞ്. ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് മഞ്ഞുള്ളൊരു പ്രദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ട്രാവൽ ചെയ്യണം. ജോർജിയയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഷ്യയുടെ ബോർഡറിലുള്ള ഗുദാവരി എന്ന് പറയുന്ന സ്നോ മൗണ്ടെയിലേക്ക് ഒരു 1.5 അറൗണ്ട് 2 hours ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മഞ്ഞുമലയിൽ എത്താൻ പറ്റും. അതായത് കംപ്ലീറ്റ്ലി സ്നോ കവർ ചെയ്തിട്ടുള്ള മൗണ്ടെയിൽ എത്താൻ പറ്റും. വെൻ ഈസ് ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ്? ഇപ്പോൾ സമ്മറാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള 32-34 ഡിഗ്രി ചൂടുള്ള സമയമാണ്. ഇത് 41-42 വരെയൊക്കെ പോവും. നവംബർ കഴിഞ്ഞാൽ വിൻ്റർ വീണ്ടും തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ ടൂറിസ്റ്റ് വരുന്നൊരു സമയമാണ് നവംബർ, ഡിസംബർ, ജനുവരിയാണ് വിൻ്ററിൻ്റെ മഞ്ഞിൻ്റെ ഏറ്റവും ഹൈ ടൈം. ആ സമയമൊക്കെ കംപ്ലീറ്റ് ഇവിടെ മലയാളീസും തമിഴൻസായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മുടെ ആളുകൾക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരു സമയം അതാണ്. സ്ട്രീറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല ബഗേഴ്സ് ഉണ്ട്. പിന്നെ ലോക്കൽ മാർക്കറ്റുകൾ ഒരുപാടുണ്ട്. ഞാൻ ലോക്കൽ മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെരി സൂൺ ഞാനത് പോസ്റ്റ് ചെയ്യും. നമ്മളെ നാട്ടിലെ കടകൾ പോലെ തന്നെയുള്ള പെട്ടിക്കടകളും സാധാരണ ചായപീടികകളും ചെറിയ മക്കാനി ജംഗ്ഷൻസ് പോലെയുള്ള സ്ഥലങ്ങളും ഇതൊക്കെ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളും നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ഫീലാണ് കിട്ടുക. ആൻഡ് എസ്പെഷ്യലി ഇവരുടെ കൾച്ചറിൻ്റെ വലിയൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഹൗ ദേ മേക്ക് ദ ഹൗസസ്. ഇതിലെ ചില ബിൽഡിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കണ്ടോ? ഇതിൻ്റെ എക്സ്റ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. ഒരുവിധം ബിൽഡിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്റ്റീരിയേഴ്സ് വളരെ സിമ്പിളായിരിക്കും. ഇപ്പോൾ ഈ വീടുകൾ നോക്ക്, എക്സ്റ്റീരിയേഴ്സ് അവരൊന്നും ചെയ്യില്ല, സിമ്പിളായിട്ട് പെയിൻറ് ചെയ്യും, ഫിനിഷ്. പല വീടുകളും പെയിൻറ്റിങ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് നോക്ക്, ഇറ്റ്സ് നത്തിങ്. ഇവരുടെ കൾച്ചർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ക്യാഷ് മാക്സിമം ഇൻറ്റീരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എക്സ്റ്റീരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ സൗകര്യങ്ങൾ കൂട്ടുക. ഒരു 1000 രൂപ ബാക്കിയുണ്ടെങ്കിൽ ആ 1000 രൂപയ്ക്ക് ആ വീടിൻ്റെ അകത്ത് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻറ്റീരിയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ ചെയ്യും, പക്ഷേ എക്സ്റ്റീരിയർ ഇവർ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇവരെ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യമാണത്. ചേഞ്ചസ് ഒക്കെ ഇൻ ജോർജിയ ഇൻ കോവിഡ് പീരിയഡ്, എസ്പെഷ്യലി ഇൻ ട്രാഫിക് ഒരു സമയത്ത് നമുക്കൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. കാരണം കഴിഞ്ഞ 3-3.5 വർഷം നമ്മളിവിടെ കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മുടെ പരിപാടി തന്നെ ടൂറിസം ആയതുകൊണ്ട്. ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് ഒരു വണ്ടി പോലും ഇല്ലാതെ ടോട്ടൽ സിറ്റി സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഷോപ്പുകളെല്ലാം അടച്ച് വണ്ടികൾ കംപ്ലീറ്റ് സ്റ്റക്കായി. അതൊരു ഭയങ്കര സങ്കടം ഉണ്ടാക്കിയൊരു കാഴ്ചയായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് നടക്കാൻ ഇറങ്ങും രാത്രിയൊക്കെ. കാരണം ഭയങ്കര സങ്കടമുള്ള മൊമെൻ്റ് ആയിരുന്നു. വീടിൻ്റെ അകത്തിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെൻ്റലി ഡൗൺ ആയിപ്പോയൊരു സമയമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1-1.5 മാസം മുൻപ് ലോക്ക്ഡൗൺ ഒക്കെ പിൻവലിച്ചു, കംപ്ലീറ്റ്ലി പഴയ പോലെ തന്നെയായി. ഇപ്പോൾ ഒരു കോവിഡ് സ്പ്രെഡിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ബാക്ക് ടു ലൈഫ് എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ജോർജിയ നിൽക്കുന്നത്. റെസ്റ്റോറൻറ്റ്സ് ഓപ്പണായി, ഷോപ്പുകൾ ഓപ്പണായി കംപ്ലീറ്റ്ലി. ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണ്. ആൻഡ് ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് യൂണിവേഴ്സിറ്റി ഓൾസോ ഗോയിങ് ടു ഓപ്പൺ. ഫ്ലൈറ്റുകൾ ഓപ്പൺ ആവാൻ തുടങ്ങുകയാണ്. ഇന്നലെ ഉക്രൈനുമായിട്ടുള്ള ഫ്ലൈറ്റുകൾ ഓപ്പണായി. ദുബായ് ഓഗസ്റ്റ് 1 ദുബായിൽ നിന്ന് ടൂറിസ്റ്റുകൾക്ക് വരാമെന്ന് പറയുന്നുണ്ട്. ബാക്ക് ടു ലൈഫാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ. What was the most challenging thing you have done?
ഒരു കരിയറിൽ നിന്ന് വേറൊരു കരിയറിലേക്ക് ജമ്പ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടഫാണ്. കാരണം ഒന്ന്, പേടിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, നമ്മളെ കളിയാക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ എപ്പോഴും പേഴ്സണലി ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അത് ഇൻകം കുറവാണെങ്കിലും, ഞാൻ ടീച്ചിങ് ജോബ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ശമ്പളം 2300 രൂപയാണ്. അന്ന് 4000-ൻ്റെ അടുത്ത് എനിക്ക് എക്സ്പെൻസ് ഉണ്ട്. കാരണം വണ്ടിയിൽ എണ്ണ അടിച്ച് പോകണം, സ്കൂളിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. എങ്ങനെ കൂട്ടിയാൽ 4000-4500 രൂപ എനിക്ക് എക്സ്പെൻസ് ഉണ്ട്. ആ സമയത്തും 2300 രൂപയാണ് ശമ്പളം കിട്ടിയിട്ടാണ് ഞാൻ ജോലി തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്തൊരു കാര്യം, ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, അത് മാക്സിമം അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുക. പിന്നെ അതിൽ നിന്നുള്ള കണക്ഷൻ നിന്നാണ് ഓരോ കരിയറിൻ്റെ അപ്ഡേഷൻസ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇഷ്ടമുള്ള, ഇപ്പോൾ ഈ മനോരമയുടെ ന്യൂസ് എല്ലാ ആഴ്ചയും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 രൂപ പോലും എനിക്ക് മനോരമ സാലറിയോ പേയ്മെൻറ്റോ തരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഒരുപാട് പണിയുണ്ട്. കാരണം ന്യൂസ് എഴുതി ഉണ്ടാക്കണം, അത് പോയി സ്പോട്ടിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, അവരുടെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോയിലൊക്കെ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ എന്നാൽ പോലും അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ലൈവിൽ ചാനൽ അത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സുഖമാണ്. ഞാനതൊരു മോട്ടിവേഷനായിട്ടാണ് കാണുന്നത്. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും ചാനലിൽ ചെയ്യുന്ന പരിപാടികളും ഒക്കെ ഇൻകം ഒന്നുമില്ല, പക്ഷെ അതൊരു എനർജിയാണ്. മറ്റ് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങൾക്കുള്ള വലിയൊരു എനർജി ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം, ഒരു കരിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കരിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു മൊമെൻറ്റ് ഭയങ്കര ടെൻഷനാണ്. കാരണം സക്സസ് ആവുമോ, അല്ലെങ്കിൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും. നാട്ടിൽ ട്രെയിനറായിട്ട് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് MBA എന്ന് പറഞ്ഞിട്ട് ജോർജിയയിലേക്ക് വരുന്നത്. ഫ്ലോപ്പ് ആവുമോ, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള വഴി സ്റ്റക്കാവോ എന്നുള്ളൊക്കെ ഒരു പേടി. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ ജമ്പ് ചെയ്യാൻ കാണിക്കുന്ന കോൺഫിഡൻസിലാണ് പലപ്പോഴും സക്സസ് ഉണ്ടാവുക. ഹു ഇൻഫ്ലുവൻസ്ഡ് യു ദ മോസ്റ്റ്? ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നാലും പേഴ്സണലി എനിക്കൊരു കണക്ഷൻ ഉമ്മയാണ് എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളതും എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ കിട്ടാറുള്ളത് ഉമ്മയാണ്. കാരണം ഉമ്മ എപ്പോഴും ചീത്ത പറയും, ഉമ്മ എപ്പോഴും തല്ലുണ്ടാക്കും, ഫൈറ്റ് ഉണ്ടാക്കും, ഒക്കെ സംഭവിക്കുമെങ്കിലും ഉമ്മ ഇൻസ്പയർ ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഉമ്മ എങ്ങനെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തെന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പോകണം. കല്യാണം ഇന്ന് കഴിഞ്ഞു, നാളെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകാൻ സമയത്ത് പൈസ ഇല്ല. ഈ പൈസ ഇല്ലാതെ ഇങ്ങനെ ഇടങ്ങാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അന്ന് ട്രിപ്പ് പോകും വേണം. അപ്പോൾ രാവിലെ ഉമ്മ എന്ന് വെച്ചാൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് വെച്ചു. ഞാൻ ഉമ്മ അങ്ങനെ ട്രിപ്പ് വെച്ചിട്ടുണ്ട്, ഡൽഹിക്കാണ്, താജ്മഹൽ കാണാൻ പോകാമെന്നുള്ള പ്ലാനിലാണ്. 5ൻ്റെ പൈസ കയ്യിലില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമെന്ന് പറഞ്ഞപ്പം ആ മൊമെൻറ്റിൽ ഉമ്മ ഒരു 16 രൂപ അറേഞ്ച് ചെയ്തിട്ട് കൈ തന്നിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞു. അതാണ് പലപ്പോഴും നമ്മുടെ പാരൻസും കാര്യങ്ങളൊക്കെ, അവർ ഏത് രീതിയിലാണ് ഇൻസ്പയർ ചെയ്യാന്നുള്ള അറിയില്ല. നമ്മൾ പോലും അറിയാതെ ബാക്കിൽ നിന്ന് അവർ തരുന്ന സപ്പോർട്ട്, ആ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതും നമ്മൾ ഭക്ഷണം കഴിച്ചതും ഇതുവരെ ജീവിച്ചതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ അവരുടെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. സോ ഉപ്പ തന്നെയാണ് എപ്പോഴും ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷനായിട്ട് കാണാറുള്ളത്. ഹാപ്പി ടു ഹിയർ അബൌട്ട് ദ ഗ്രേറ്റ് ലേണിങ്സ് യു ഗോട്ട് ഫ്രം യുവർ ട്രാവൽസ്. ഞാൻ ട്രാവൽ ചെയ്യുന്നൊരു രീതി, ഞാൻ ട്രാവൽ ചെയ്യുന്നൊരു രീതി പറയാം. പല ആളുകളും പുസ്തകം വായിച്ച് ട്രാവൽ ചെയ്യുന്ന, നമ്മളെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് ട്രാവലേഴ്സ്. പുസ്തകം വായിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ട്, വ്ളോഗുകൾ നോക്കി ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഒരു ട്രാവലിംഗ് രീതി പറയാം. ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ. ഞാനൊരു രാജ്യം പോകണമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യൽ സോഷ്യൽ മീഡിയയിൽ സജീവമാവും ആ രാജ്യത്തുള്ള ആളുകളായിട്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി അസർബൈജാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസർബൈജാനിലുള്ള പേജുകൾ, അസർബൈജാനിലുള്ള ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടും സോഷ്യൽ മീഡിയയിൽ. കുറച്ച് കാലം അവരോട് സംസാരിക്കും, അവരെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാക്കി മാറ്റും. എന്നിട്ടാണ് അവർ വഴിയാണ് ഞാൻ ആ രാജ്യം പലപ്പോഴും പഠിക്കാറുള്ളത്. കാരണം അപ്പോഴാണ് നമുക്ക് ലോക്കൽ ലൈഫ് കിട്ടുള്ളൂ. ആ രാജ്യത്തിൻ്റെ ലോക്കൽ ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ആളുകളായിട്ട് നമുക്ക് അത്രയും നല്ല ബന്ധം വേണം. ഇപ്പം അസർബൈജാനിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എമിനെ ഞാൻ അതേപോലെ ഒരു ഇൻസ്റ്റാഗ്രാം കൂടെ പരിചയപ്പെട്ടു. ഇന്ന് ഞാൻ അസർബൈജാനിൽ പോവുകയാണെങ്കിൽ എമിനാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പിക്ക് ചെയ്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകും, ഭക്ഷണം കഴിപ്പിക്കും, എനിക്കുള്ള താമസ സൗകര്യങ്ങൾ ചെയ്തു തരും. അസർബൈജാൻ്റെ ലോക്കൽ മാർക്കറ്റിൽ കൊണ്ടുപോകും. അസർബൈജാനിലെ എല്ലാ സ്ഥലങ്ങളിലും എമിനാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്.
ഇപ്പം ഇനി അടുത്തത് ഉക്രൈൻ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഉക്രൈനിൽ ഒരുപാട് ഫ്രണ്ട്സിനെ ഓൾറെഡി റെഡിയാക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് കോവിഡ് വന്നത്. ഞാൻ ട്രാവൽ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. സോഷ്യൽ മീഡിയ ട്രാവലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും, കോൺടാക്റ്റുകൾ ഉണ്ടാക്കും, അവർ വഴി ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കും. ഇപ്പോൾ ഉക്രൈൻ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ ഉക്രൈനിൽ ഒരുപാട് മലയാളി വിദ്യാർത്ഥികളുണ്ട് MBBS ചെയ്യുന്ന. കുറേ ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫ്രണ്ട്സാണ്. അവർ വഴി അവിടുത്തെ സ്ഥലങ്ങൾ ഏതൊക്കെ, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, കംപ്ലീറ്റ് പഠിച്ചു വെക്കും. എന്നിട്ട് അവരടുത്തോട്ടാണ് ഞാൻ ആദ്യം പോവുക. അവിടെ 2-3 ദിവസം അവരെ കൂടെ താമസിച്ച് ആ കൺട്രി എൻ്റെ ഒരു കംഫർട്ടിൻ്റെ അകത്തേക്ക് വരുത്തി എന്നിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുക. എനിക്ക് ട്രാവലിംഗ് പെട്ടെന്ന് കംഫർട്ട് ആവാത്ത ഒരാളാണ് ഞാൻ. ഭയങ്കര പ്രശ്നമാണ്. പുതിയ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും ഞാൻ. കാരണം നമ്മൾ വീട് വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോയൊരു ഫീലാണ്. ഒരു 2 to 3 days എടുക്കും എനിക്ക് പുതിയൊരു രാജ്യത്ത് കംഫർട്ട് കിട്ടാൻ. അപ്പോൾ ആ സമയം അറിയുന്ന ആളുടെയും കൂടെ താമസിച്ച് എല്ലാം കംഫർട്ടബിൾ ആക്കി എന്നിട്ട് ഞാൻ ലോക്കലി ട്രാവൽ ചെയ്യും. അതാണ് ഞാൻ സോഷ്യൽ മീഡിയ പലപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനാണ്. യുവർ ഫ്ലൂയിഡ് ആൻഡ് ഡൗൺ ടു എർത്ത് നേച്ചർ വിൽ ബ്രിങ് യു ഗ്രേറ്റ് സക്സസ്. താങ്ക് യു സോ മച്ച്. അത് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ഫോർ ദാറ്റ്. ഐ ഓൾസോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനും എനിക്ക് ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് ഇവിടെ. മലയാളികളുടെ ടൂർ പാക്കേജുകളാണ് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര അറിയാം ഒരു ഇങ്ങോട്ട് ട്രിപ്പ് വരുന്ന ഒരാൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അയാൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അയാളെ മാനേജ് ചെയ്യേണ്ടത്. കാരണം മലയാളീസ് ഞാൻ പറഞ്ഞില്ല, ട്രിപ്പ് വരുന്ന ഓരോ ആളുകൾ ഓരോ രീതിയാണ്. ഈ ഓരോ രീതിയിലുള്ള ആളുകളെയും വേണം നമ്മൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് മാനേജ് ചെയ്യാൻ. അപ്പോൾ പണ്ട് ചെയ്ത പല ജോലികളും ഇതിന് സഹായിച്ചിട്ടുണ്ട്, എങ്ങനെ ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഹൗ മച്ച് ഈസ് യുവർ മന്ത്ലി എക്സ്പെൻസ്? ഇപ്പം ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ 4 പേരെ താമസിക്കുന്നത്. അതിന് ഞാൻ കൊടുക്കുന്നത് $70 ഒരു മാസം കൊടുക്കുന്നത്. $70 മാസം കൊടുക്കും. ഒരു $50 to $20 അതർ എക്സ്പെൻസ് വരും. കറണ്ട്, ഇലക്ട്രിസിറ്റി, പിന്നെ ഗ്യാസിൻ്റെ ബില്ലുകളൊക്കെ വരും. പിന്നെ ഫുഡ് കുക്കിംഗ് ആണ് ഒരുവിധം. മാക്സിമം എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുക. അതിൽ ഞാൻ ഡെയിലി സ്റ്റോറികൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പോകുന്ന രാജ്യത്തിലെ എനിക്കിഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ആളുകളെ കുറിച്ച് എഴുതാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ട് ഇപ്പം സ്റ്റോപ്ഡ് ആണ്. അത് റീഓപ്പൺ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് ഇനിയും നടക്കില്ലെന്നുണ്ടെങ്കിൽ അഗെയിൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അതേപോലെ എനിക്ക് സംസാരിക്കാനുള്ള ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, നിലവിൽ എല്ലാവരും ചെയ്യുന്ന വലിയൊരു അബദ്ധമുണ്ട്. ഒരു +1 +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാഗ് എടുത്തിട്ട് ലഡാക്കിൽ പോവുക, മണാലി പോവുക, കാശ്മീർ പോവുക. ഇതൊരു മെസ്സേജായിട്ട് കാണാം. വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു അവർ സ്റ്റുഡൻസ്? ഇതൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തൊരു കാര്യം കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ കരിയർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നമ്മുടെ സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഒരിക്കലും നമ്മൾ അല്ലാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യരുത്. ഇപ്പം തന്നെ ഒരു ബാഗ് എടുത്തിട്ട് ലഡാക്ക് പോവുക, മണാലി പോവുക, ഇങ്ങനെ കരിയർ നഷ്ടപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് പഠിക്കാനും, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും, നമ്മുടെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാനും, നല്ലൊരു ജോബ് സെക്ടറിൽ ഒരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാവണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ എയിം വെക്കേണ്ടത്. അതിന്ന് കിട്ടുന്ന ഫ്രീ ടൈമിലാണ് ട്രാവൽ ചെയ്യേണ്ടത്. മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാനും, മാക്സിമം പുതിയ കാര്യങ്ങൾ പഠിക്കാനും, മാക്സിമം കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കാനും, ഇതിനൊക്കെ ആണ് ഈ ഒരു സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ സമയത്ത് തന്നെ നമ്മൾ അൺപ്ലാൻഡ് ട്രിപ്പും ബാക്ക് പാക്ക് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോബിൽ എത്തിപ്പെടാനും ഒരു ഇൻകം സെറ്റിലാക്കി എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസം വരും. പിന്നീടുള്ള യാത്രകൾക്ക് ഇത് തടസ്സമായിട്ട് മാറും. നേരെ മറിച്ച് നല്ലൊരു ഇൻകവും നല്ല രീതിയിൽ സെറ്റിലാവാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ യാത്ര നമുക്ക് തുടരാൻ പറ്റും. ഒരുപാട് കോണ്ടാക്റ്റുകൾ ലൈഫിൽ പിന്നീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ഒരു കോളേജ് സമയം, +2 സമയമൊക്കെ കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാനും മാക്സിമം ജോലികൾ പഠിക്കാനും എക്സ്പീരിയൻസ് ഉണ്ടാക്കാനൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ 10ാം ക്ലാസ് വെക്കേഷനിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. അത് പിന്നീട് ഒരുപാട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു കമ്പ്യൂട്ടർ കേട് വന്നാൽ ഇന്ന് നിലവിൽ നന്നാക്കാൻ പറ്റും. ഒഴിവുള്ള സമയത്ത് ഞാൻ ലാംഗ്വേജ് പഠിക്കാനുള്ള കോഴ്സിന് പല സ്ഥലത്തും പോയിട്ടുണ്ട്. അത് ഇന്ന് എനിക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരോടുള്ള അഡ്വൈസ്, ഇപ്പോൾ നിൽക്കുന്ന സമയം എന്നുള്ള ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് നമ്മുടെയൊക്കെ. ഈ സമയത്ത് നമ്മുടെ സ്കില്ലിലും നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുക. മെജോറിറ്റി ആളുകൾക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് നമുക്കൊക്കെ. ഞാനൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്.
ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ഇതൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് വലിയ വലിയ യാത്രകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡ്രീം കൺട്രി, അങ്ങനെ ഒരു കൺട്രി സത്യം പറഞ്ഞാൽ ഇല്ല. എല്ലാ കൺട്രിക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ അടുത്ത കൺട്രി പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് ഉക്രൈനാണ്. അതിന് വലിയൊരു കാരണം, ഉക്രൈനിൽ ചെർണോബിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചെർണോബിൽ അതൊരു മൂവി സീരീസ് തന്നെ ഉണ്ട്, എല്ലാവരും കാണണം. ഒരു ആണവ ദുരന്തം ഉണ്ടായ ഒരു പ്രദേശമാണ് ചെർണോബിൽ. ചെർണോബിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഈ ആണവ നിലയത്തിൽ ഒരു ലീക്കേജ് ഉണ്ടായിട്ട് ഒറ്റ ദിവസം കൊണ്ട് അവിടുത്തെ ആളുകളെ കംപ്ലീറ്റ് അവിടുന്ന് ഒഴിപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. ആ നാട് ഇന്നും 30 വർഷമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവിടെ തൊടാൻ പാടില്ല, അവിടെ ജീവിക്കാൻ പാടില്ല. ആ നാട് കംപ്ലീറ്റ് കാട് പിടിച്ച് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ചെർണോബിൽ. അത് കംപ്ലീറ്റ് ഇന്ന് കാട് പിടിച്ചിട്ട് ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നൂറ്റാണ്ടുകൾ അവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. റീസെൻ്റ്ലി അവിടേക്ക് ടൂർ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോഴും റേഡിയോ വികിരണങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്. അത് നമ്മുടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. പക്ഷേ ഇപ്പോൾ കുറേ ജാക്കറ്റുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ടൂർ പോകാൻ പറ്റും. അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആ നാടൊന്ന് കാണണം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ളോഗ് തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും മസ്റ്റായിട്ട് കാണണം. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് പഠിച്ചു. ചെർണോബിൽ ടൂർ ചെയ്യുന്നൊരു ടീമിൽ ഞാൻ ജോയിൻ ചെയ്തു. പോകാൻ നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. ആഫ്റ്റർ കോവിഡ് ഡെഫിനറ്റ്ലി ഞാൻ പോകാൻ നിൽക്കുന്ന സ്ഥലം ഉക്രൈനാണ്. അപ്പോൾ ഡ്രീം കൺട്രി എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് ആ രാജ്യത്തോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവുകയുള്ളൂ. ഉക്രൈൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ചെർണോബിൽ ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ്റെ ഭൂപ്രദേശം, ഉക്രൈൻ്റെ ടൗൺ കീവ് ക്യാപിറ്റൽ സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഡ്രീം കൺട്രി ഏറ്റൊരു കൺട്രി കണ്ടിട്ടില്ല. എല്ലാ കൺട്രിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ലോക്കൽ ലൈഫ്, ആളുകളോട് സംസാരിക്കുക എന്നുള്ളതാണ് ഞാനൊരു രാജ്യത്ത് പോകുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു പരിപാടി. അതിലെ അങ്ങാടിയിലൂടെ നടക്കുക, അവിടുത്തെ കടകളിൽ കയറുക, ലോക്കൽ കടകളിൽ ഭക്ഷണം കഴിക്കുക. പലപ്പോഴും ഹോസ്റ്റലുകളിലാണ് താമസിക്കുക. അപ്പോൾ അത്രയും കോണ്ടാക്റ്റ് കിട്ടും. രണ്ടാമത്തെ കാര്യം, വളരെ ചീപ്പായിരിക്കും ഹോസ്റ്റലുകളിൽ താമസിക്കുമ്പോൾ നമുക്കുള്ള കോസ്റ്റ്. അവിടുത്തെ ലോക്കൽ കടകളിൽ പോയി ചായ കുടിക്കുക, അവിടുത്തെ ആളുകളോട് സംസാരിക്കുക, ലോക്കൽ ലൈഫ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഓരോ യാത്രയിലും പ്ലാൻ ചെയ്യാറുള്ളത്. ഒരുപാട് രാജ്യം പോയിട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ പ്ലാനിങ്. ഇതേപോലെ ഇതിലിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതേപോലെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പലപ്പോഴും ഞാൻ പ്രത്യേകിച്ച് ടൂർ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മലയാളികൾക്ക് പറ്റുന്ന വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ടൂറുകൾ, ട്രാവലുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് യാത്രകൾ തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം. നമ്മളൊരു ടൂർ പോലെ ട്രാവൽ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ഒരുപാട് ഡ്രസ്സ് നമ്മൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്യും. ഞാനൊരു ട്രിപ്പ് പോവാണ്, നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ടാവും എപ്പോഴും ഒരു ട്രിപ്പ് പോകണതിന് മുമ്പ്. ഇത് ഭയങ്കര എക്സ്പെൻസ് കൂട്ടുന്നൊരു കാര്യമാണ്. ചെയ്യേണ്ടത് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, അല്ലാത്തത് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് അറേഞ്ച് ചെയ്യുക. കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് യാത്ര ചെയ്ത് ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ള ഹോട്ടലുകളിൽ താമസിച്ച് ഏറ്റവും ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ലക്ഷറീസ് ഹോട്ടൽ, ലക്ഷറീസ് വണ്ടികൾ, ഈ ഒരു രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആവും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ഊട്ടി വെറുതെ ഒരു ബൈക്ക് എടുത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും വലിയൊരു എമൗണ്ടാണ് നമുക്ക് സ്പെൻഡ് ആവുന്നത്. അത് ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പം ഞങ്ങൾ 4 ഫ്രണ്ട്സാണ് ആദ്യമായിട്ട് അസർബൈജാനിൽ പോയത്. അന്ന് ഞങ്ങളിട്ട ബഡ്ജറ്റ് $150 ഒരാൾക്ക് ബഡ്ജറ്റ് ഇട്ട്. $150 ഞങ്ങൾ 5 ദിവസമാണ് അസർബൈജാനിൽ താമസിച്ചത്. $150 എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഇപ്പോൾ ഡോളറിന് 7,400 രൂപയാണ്. സോ എത്രയായി? ഞാൻ മാത്സിൽ വളരെ വീക്കാണ്. $1 എന്ന് പറഞ്ഞാൽ 74 രൂപയാണ് ഇപ്പോൾ. $150 എന്ന് പറഞ്ഞാൽ എത്ര വരും ഇപ്പോൾ? ആ ഒരു എമൗണ്ട് കൊണ്ടാണ് 5 ദിവസം ഞങ്ങൾ അസർബൈജാനിൽ താമസിച്ചപ്പോൾ ഹെഡ്. എനി ഡിഫറൻസ് ഇൻ ദി ടീച്ചിങ് ലേണിംഗ് മെത്തഡ് അറ്റ് യൂണിവേഴ്സിറ്റി? വലിയ ചേഞ്ച് ഉണ്ട്. വലിയ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭീകരമായ ചേഞ്ചാണ്. കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ വളരെ ബേസിക്കായ കാര്യങ്ങൾ മാത്രമേ ടീച്ചർ വന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യം നമ്മൾ സെൽഫായിട്ടാണ് ലേൺ ചെയ്യണം. ആരും നമ്മുടെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാനുണ്ടാവില്ല. അവർ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം 1 മണിക്കൂർ വന്ന് PPT പ്രസൻറ്റ് ചെയ്തിട്ട് അവർ പോകും.
ബാക്കി ലൈബ്രറി, റിസർച്ച്, എക്സ്ട്രാ റീഡിങ് കാര്യങ്ങൾ, പ്രസൻറ്റേഷൻ എല്ലാം നമ്മൾ സെൽഫായിട്ട് തന്നെ ചെയ്യണം. അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. അവർ വരും, PPT കാണിക്കും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ പോയി പേഴ്സണലി കാണുക, അവർക്ക് മെയിൽ അയക്കുക, നമ്മൾ നെറ്റിൽ നോക്കുക, ലൈബ്രറിയിൽ പോവുക, എല്ലാം സെൽഫാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ടൈം വളരെ കുറച്ചേ ഉള്ളൂ. ഒരു ദിവസം 3 മണിക്കൂറേ ഉള്ളൂ എനിക്ക് യൂണിവേഴ്സിറ്റി, ബാക്കി എല്ലാം ഫ്രീ ടൈമാണ്. ഇത് ലൈബ്രറി പ്രൊഫസറുമായിട്ട് സംസാരിക്കുക, ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാദർ ചെയ്തിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്ക് പാർട്ട് ടൈമിന് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി മെത്തേഡ്. വാട്ട് ഈസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ ഇൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാവലിംഗ് ഇൻ ഇന്ത്യ ആൻഡ് ട്രാവലിംഗ് ഇൻ ജോർജിയ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എപ്പോഴും, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരുപാട് വിദേശികളെ കാണാറുണ്ട്, ഇന്ത്യക്ക് കൊടുത്ത ഒരു ടാഗ്ലൈൻ തന്നെ ശ്രദ്ധിച്ചിക്കണോ അറിയില്ല, ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നാണ് പറയാം. ഇൻക്രെഡിബിൾ ആണ് ഇന്ത്യ എന്ന് എപ്പോഴും പറയാം. ഇന്ത്യ അത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ്. ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും കൾച്ചറുള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കേരളത്തിൽ മാത്രം ട്രാവൽ ചെയ്യുമ്പോൾ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് എൻട്രി കഴിയുമ്പോൾ തന്നെ ഭാഷയുടെ സ്റ്റൈൽ മാറി, ഡ്രസ്സിങ് സ്റ്റൈലിൽ ചെറിയ ചെറിയ ഡിഫറൻസുകൾ വന്നു. ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് കോട്ടയത്തുമ്പോഴേക്ക് എൻറ്റയർലി മാറി, ഭൂപ്രകൃതി മാറി, ആളുകളുടെ രീതി മാറി, സ്വഭാവം മാറി, ഭാഷ മാറി, ഫുഡ് മാറി. ഒരു സ്റ്റേറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. ഇത് കൊച്ചിയിലെത്തിക്കുമ്പോൾ കംപ്ലീറ്റ്ലി വീണ്ടും മാറി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വൺ അമംഗ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഹിസ് ലൈഫ് എന്ന് പറയില്ല. ഇവിടെ ഇന്ത്യ ട്രാവൽ ചെയ്ത് ഒരുപാട് വിദേശികളെയും കാണാറുണ്ട്, 10-15 തവണ ഇന്ത്യ ട്രാവൽ ചെയ്ത ആളുകളെയും കാണാറുണ്ട്. അവരൊക്കെ പറയില്ല ഇന്ത്യ ഈസ് ഇൻക്രെഡിബിൾ. ഇത്രമാത്രം കൾച്ചറൽ ഡിഫറൻസ് ഉള്ള, വെറൈറ്റീസ് ഉള്ള, ഫുഡ് വെറൈറ്റീസ് ഉള്ള, ഡ്രസ്സിങ് വെറൈറ്റീസ് ഉള്ള, ബിഹേവിയറൽ വെറൈറ്റീസ് ഉള്ള ഒരു രാജ്യം, പൊളിറ്റിക്കലി വെറൈറ്റീസ് ഉള്ള ഒരു രാജ്യം ലോകത്ത് വേറെ ഇല്ല. ഇറ്റ്സ് ഇന്ത്യ. അതേപോലെ ഇവിടെ വിദേശികൾ പലപ്പോഴും ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്, നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റെല്ലാ മതസ്ഥരും ഒരേ പ്രദേശത്ത് തൊട്ടടുത്തടുത്ത വീടുകളിൽ നമ്മൾ താമസിക്കും. പലപ്പോഴും ജോർജിയൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, എങ്ങനെ നിങ്ങൾക്ക് അതിൽ പറ്റണത്? കാരണം ഞാൻ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും, നമ്മളെ പള്ളി അമ്പലമൊക്കെ തൊട്ടടുത്താണ്. അപ്പോൾ അവർക്കിത് ഭയങ്കര അത്ഭുതമാണ്, എങ്ങനെ ഇത് പോസിബിൾ ആവും? ഇത്രയും മതങ്ങളിലുള്ള ആളുകൾ ഒരൊറ്റ കോമ്പൗണ്ടിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള ശബ്ദം വരിക, സ്റ്റിൽ വി ഹാവ് നോ ഇഷ്യൂസ്. ഇതെങ്ങനെയെന്നുള്ളത് ഇവർക്കൊക്കെ ഒരു അത്ഭുതമാണ്. ഇതൊക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ആൻഡ് വാട്ട് ഈസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ ഇൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാവലിംഗ് ഇൻ ഇന്ത്യ ആൻഡ് ട്രാവലിംഗ് ഇൻ ജോർജിയ? ജോർജിയ കുറച്ചും കൂടി ഈസിയാണ് ട്രാവൽ ചെയ്യാൻ, കാരണം വളരെ ചെറിയ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഈസി ആക്സസ് ആണ്, എല്ലായിടത്തേക്കും നമുക്ക് വലിയ പ്ലാനിംഗ് ഒന്നും വേണ്ട, പെട്ടെന്ന് കയറി പോവാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ബേസിക് പ്ലാൻ, എത്ര അൺപ്ലാൻഡ് ട്രിപ്പാണെങ്കിലും ഒരു ബേസിക് പ്ലാൻ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. കാരണം ഞാൻ പണ്ട് ഗുജറാത്തിക്ക് ഇതേപോലെ ഒട്ടും പ്ലാൻ ചെയ്യാതെ പോയിട്ട് 8 പണി കിട്ടിയിട്ട് ഞാൻ പെട്ടുപോയ കുറേ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ട്രെയിനുകൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഭാഷ അറിയില്ല, അങ്ങനെ ഗുജറാത്തിൽ ഞാൻ നല്ല രീതിയിൽ ലോക്കായിട്ടുണ്ട് ഒരു സമയത്ത്. ചില ഏരിയകൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയകളുണ്ട് ഇന്ത്യയിൽ, അവിടെ ട്രാവൽ ചെയ്യുന്ന ഇത് സമയത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും രാത്രി ഡ്രൈവ് ചെയ്യാൻ പാടില്ലാത്തൊരു, ഈവൻ നമ്മുടെ ബാംഗ്ലൂർ പോലും പല സ്ഥലങ്ങളുണ്ട് രാത്രി ഡ്രൈവ് ചെയ്യാൻ പാടില്ല. ജോർജിയയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രദേശമില്ല, യു ക്യാൻ ട്രാവൽ എനിവർ എനി ടൈം. ഇന്ത്യയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്പെഷ്യലി വിത്ത് ഫാമിലിയാണ് പോകണമെന്നുണ്ടെങ്കിൽ സമയം എപ്പോഴും നമ്മൾ നോക്കണം. ആ പ്രദേശത്ത് കൂടെ ഒറ്റക്ക് പോകാൻ പാടുണ്ടോ, രാത്രി ഡ്രൈവ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ബേസിക് സ്റ്റഡി നടത്തുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്, നമ്മുടെ സെൽഫിന് നല്ലതാണ്. കാരണം എൻ്റെ ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, വാലറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ആ പ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ ആളുകളെക്കുറിച്ചും ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നൊരു കാര്യമാണ്. ജോർജിയയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈസി ഗോയിങ് ആണ്, സിമ്പിളായിട്ട് ബാഗ് പാക്ക് ചെയ്ത് നമുക്ക് പോവാം. ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മിനിമം പ്ലാനിങ് എപ്പോഴും നമ്മൾ നടത്തൽ അത്യാവശ്യമാണ്. ജോർജിയൻ ഫുഡ് കൾച്ചർ ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഇന്ത്യക്കാരെപ്പോഴും നമ്മളെല്ലാവരും നല്ല സ്പൈസ് മസാല, നമുക്ക് നാവ് ഇങ്ങനെ എരിയണം, നാവിനൊരു ഫീൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് ആ ഫുഡ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു തോട്ട്. നമ്മൾ അത്രയും നല്ല സ്പൈസസ് യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ജോർജിയൻസ് ഒട്ടും സ്പൈസസ് ഇല്ലാത്ത ഫുഡുകളാണ് മെജോറിറ്റി യൂസ് ചെയ്യുന്നത്. ചീസും ബ്രെഡുമാണ് മെയിനായിട്ട് ഇവരുടെ ഫുഡിൻ്റെ എലമെൻറ്റ്സ്. നാച്ചുറൽ ചീസും ബ്രെഡുകളൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. എഗ്ഗ്, സോൾട്ടി ആയിട്ടുള്ള ഫുഡുകളാണ് ഇവിടെ കൂടുതൽ. പലപ്പോഴും ഇന്ത്യൻ ഫുഡുകൾക്ക് കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ ഫുഡ്, പക്ഷേ വളരെ ലൈറ്റായിട്ടുള്ള ഒരു എരിവുണ്ടെങ്കിൽ പോലും ഇവർക്കത്
ഭയങ്കര സ്പൈസി ആയിട്ടാണ് ഇവർക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഹ്യൂജ് ഡിഫറൻസ് ആണ്. നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഒരു ഫുഡും ഇവിടെ ഇല്ല ജോർജിയൻ ഫുഡ് കൾച്ചറിൽ. കംപ്ലീറ്റ്ലി ബ്രെഡ്, ചീസ്, എഗ്ഗ്, സാലഡ് തുടങ്ങിയ ഫുഡുകളാണ് ഇവിടെ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ട്രാപ്പായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ വന്ന് സഹായിച്ചിട്ടുണ്ട്. നമ്മളെ കുടുക്കിയ ജോർജിയൻസ് ഉണ്ട്, നമ്മളെ രക്ഷപ്പെടുത്തിയ ജോർജിയൻസ് ഉണ്ട്. എല്ലാ നാട് പോലത്തെയും ദർ ആർ ഗുഡ് പീപ്പിൾ, ദർ ആർ ബാഡ് പീപ്പിൾ. ചോയ്സ് ഓഫ് ഫ്രണ്ട്സിനെ ഒരു രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, വിദേശികൾ എപ്പോഴും പറയും ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ഫസ്റ്റ് ചോയ്സിലേക്ക് ഒരിക്കലും ഓക്കെ പറയരുതെന്ന് പറയും. അതായത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ കുറേ ഗൈഡുമാരും ഏജൻറ്റുമാരും വരും, സാർ ഇവിടെ റൂമുണ്ട്, അവിടെ റൂമുണ്ട്, ഞങ്ങളുടെ റൂം അതാണ് സാർ, ഗുഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചോയ്സിലേക്ക് ചാടി കയറി പോകരുത്. ചീറ്റ് ചെയ്യപ്പെടാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ആളുകളോട് സംസാരിച്ച് ഒരു ബേസിക് സ്റ്റഡി നടത്തിയിട്ട് മനസ്സിലാക്കി എടുക്കണം ഇത് ചീപ്പ് തന്നെയാണോ, ഇയാൾ പറഞ്ഞ സ്ഥലം നല്ല ലൊക്കേഷനാണോ എന്നുള്ളത്. ചെന്നിറങ്ങുമ്പോൾ കാണുന്ന ആളെ ഒറ്റയടിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ നിൽക്കരുത്. ടേക്ക് യുവർ ടൈം, എന്നിട്ട് പതിയെ പഠിച്ചിട്ട് വേണം ഒരു രാജ്യത്ത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും അയാളെ ട്രസ്റ്റ് ചെയ്യാനും. കാരണം ഈ ട്രസ്റ്റ് ഇഷ്യൂസിൽ എനിക്ക് ഒരുപാട് ക്യാഷ് പോയിട്ടുണ്ട്. എനിക്കൊരു കാർ എന്നെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരാളെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയില്ലായിരുന്നു, ഒരു രാജ്യത്ത് വന്ന സമയത്ത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, എങ്ങനെ ട്രസ്റ്റ് ചെയ്യണം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആരോട് നടത്തണം എന്നുള്ളതൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ പഠിക്കുക. കാരണം പലപ്പോഴും പണം നഷ്ടപ്പെടുമ്പോഴാണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നുള്ളത് ലൈഫിൽ വലിയ ഒരു ലെസണായിട്ട് നമുക്ക് കിട്ടുക. അത്തരം ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, റിസൽറ്റിയും കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ ഇനിയും കിട്ടാനുണ്ടാവും. ബട്ട് ഇപ്പോൾ കുറച്ചും കൂടി കോൺഷ്യസ് ആണ്. പ്രസൻറ്റിങ് വെൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ ഫോർ യുവർ ഷെയറിങ്സ്. ഞാൻ പോയ രാജ്യങ്ങൾ ഒന്ന് അസർബൈജാൻ, അർമേനിയ, പിന്നെ UAE, ഒരുവിധം എല്ലാ എമിറേറ്റും പോയി. പിന്നെ ഇവിടെ ജോർജിയയിലെ ഒരുവിധം സ്ഥലങ്ങൾ, ജോർജിയയിൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാൻ ചെയ്തത് ഉക്രൈനാണ് അടുത്ത പ്ലാൻ. ഈസ് ദർ എനി ബുക്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് യു? ഞാൻ സത്യം പറഞ്ഞാൽ പുസ്തകം വായിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഭയങ്കര മടിയാണ് പുസ്തകം വായിക്കാൻ. പക്ഷേ എൻ്റെ തറവാട് കോഴിക്കോടാണ്. SK പൊറ്റക്കാട് സ്മാരകത്തിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ തറവാട്. കോഴിക്കോടായിരുന്നു കുറേ കാലം. അതുകൊണ്ട് തന്നെ SK പൊറ്റക്കാട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. പുള്ളി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രദേശത്ത് വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പം എവിടേക്കോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അധികം പുസ്തകം വായിക്കാത്ത ഒരാളാണ്. ഞാൻ സിനിമയാണ് കൂടുതലും കാണാറുള്ളത്. എനിക്ക് വിഷ്വലാണ് കുറച്ചും കൂടി കണക്റ്റ് ആവുക. വായിക്കൽ എനിക്ക് ഭയങ്കര മടിയനാണ് ഞാൻ വായിക്കാൻ. നിങ്ങളൊക്കെ വായിക്കണം കേട്ടോ. ഞാൻ പലപ്പോഴും അതിൻ്റെ വീഡിയോ ഫയൽ ഉണ്ടോയെന്നാണ് നോക്കാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെർണോബിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് സെർച്ച് ചെയ്തപ്പോഴാണ് ചെർണോബിൽ ഒരു മൂവി ഉണ്ടെന്ന് അറിഞ്ഞത്. ആ മൂവി കണ്ടു. അപ്പോൾ അത് കൂടുതലും ഞാൻ വിഷ്വലാണ് കാണാൻ നോക്കാറുള്ളത്. ഡു യു പ്രിഫർ സോളോ ട്രാവൽ ആൻഡ് വിത്ത് സമ്മൺ എൽ? ഞാൻ രണ്ട് രീതിയിലും ട്രാവൽ ചെയ്യാറുണ്ട്. സോളോവും പോവാറുണ്ട്, വിത്ത് സമ്മൺ പോവാറുണ്ട്. ഇത് രണ്ട് എക്സ്പീരിയൻസ് ആണ് കിട്ടുക. ഞാൻ ട്രാവലിങ്ങിൽ ഭയങ്കര മടിയനായൊരു മനുഷ്യനാണ്. ഞാനൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസം ഞാൻ വെറുതെ കിടന്നുറങ്ങും. എനിക്ക് ഇപ്പോൾ മണാലി ഒരു സമയത്ത് ഞാൻ 1.5 മാസം ഞാൻ മണാലിയിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു 2 ആഴ്ചത്തോളം ടോട്ടലി ഞാൻ കിടന്നുറങ്ങിയേക്കാണ്. ഒരു പണിയും ചെയ്യാതെ രാവിലെ എഴുന്നേക്കും, ഒരു ചായ കുടിക്കും, കിടന്നുറങ്ങും, പതിയെ താഴോട്ടൊന്ന് ഇറങ്ങും, ഒരു ചായ കുടിക്കും, റൂമിലേക്ക് തിരിച്ചു വരും, വീണ്ടും കിടന്നുറങ്ങും. അത് എൻ്റെ ഒരു ട്രാവലിങ്ങിൻ്റെ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോളോ ട്രിപ്പാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറ്. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും സോളോ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അഡ്വഞ്ചർ വേണമെങ്കിൽ അഡ്വഞ്ചറിലേക്ക് പോവാം. ഒരു കാര്യത്തിനോട് യെസ് പറയാനും നോ പറയാനും ഭയങ്കര ഈസിയാണ്. ബട്ട് ഇഫ് യു ആർ ട്രാവലിംഗ് വിത്ത് സംവൺ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഡിസിഷൻസ് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഫോർ മീ എനിക്ക് രണ്ടും ഓക്കെയാണ്. ഞാൻ ഈ 2 രീതിയിലും ട്രാവൽ ചെയ്യാറുണ്ട്. ആൻഡ് സ്പെഷ്യലി ഞാനൊരു ടൂർ ഗൈഡ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളുടെ കൂടെയും യാത്ര ചെയ്യേണ്ടി വരും. അവരെയും കൊണ്ട് യാത്ര പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും എൻ്റെ പ്രൊഫഷൻ ഇതും ആയതുകൊണ്ട് എനിക്കിത് രണ്ടും കംഫർട്ടബിൾ ആവണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്.
വാട്ട് ഈസ് ദ മോസ്റ്റ് എൻലൈറ്റനിങ് തിങ് യുവർ ട്രാവൽ ഹാവ് തോട്ട് യു? ഏറ്റവും എൻലൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ രാജ്യത്തും നമുക്ക് ലോ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റും, ഒരുവിധം എല്ലാ രാജ്യത്തും. കാരണം എല്ലാ രാജ്യത്തും പുവർ ക്ലാസ് ആളുകളുണ്ട്, എല്ലാ രാജ്യത്തും വളരെ ലോ ക്ലാസ്സിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അവരേത് തരത്തിലുള്ള ഫുഡാണ് കഴിക്കുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രാജ്യത്തും ലോ ബഡ്ജറ്റിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത് ട്രാവലിങ്ങിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ലൈഫിൽ ഹാപ്പി ആവാൻ ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വേറൊരാളെ ഹാപ്പി ആക്കുക എന്നുള്ളത്, അത് പലപ്പോഴും ട്രാവലിങ്ങിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്ട്രീറ്റുകളിലൂടെ നടക്കുമ്പോൾ അവിടെ ബെഗ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആളുകളുണ്ടാവും, മ്യൂസീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ, പെയിൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പലപ്പോഴും സ്ട്രീറ്റുകൾ ഒരുപാടുണ്ടാവും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരമായിട്ട് ഇത്തരം സ്റ്റോറികൾ ഇടാറുണ്ട്. യു ക്യാൻ വാച്ച് ഇറ്റ്. ഈ ആളുകളോട് പോയിട്ട് അവരുടെ വർക്കിനെ കുറിച്ച് സംസാരിക്കുക, അവരുടെ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കര രസമാണ്. ഇത് നമ്മളെ ട്രാവൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. ഇത്തരം സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴുള്ള ആളുകളോടുള്ള ഇൻട്രാക്ഷനും അവരെ ചെയ്യുന്ന വർക്കിൽ നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കും അവരെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. അത് നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. മാക്സിമം എങ്ങനെയൊക്കെ ലൈഫിൽ സിമ്പിളാവാൻ പറ്റുമോ ആ ഒരു രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് അത് ഗൈഡ് ചെയ്യും. വാട്ട് ടൈപ്പ് ഓഫ് വെദർ ഡു യു ലൈക്ക്? എനിക്ക് എക്സ്ട്രീം തണുപ്പ് ഇഷ്ടമല്ല. എനിക്ക് ഫിസിക്കലി എൻ്റെ സ്കിന്നിനൊക്കെ അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ജോർജിയയിൽ എത്തിയ സമയത്ത് ശരിക്കും ജോർജിയയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാം എന്ന് പ്ലാൻ ചെയ്തൊരാളാണ്. ഞാൻ ഉമ്മാനൊക്കെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്, ഞാൻ നിർത്തി പോവാണ് എനിക്ക്. കാരണം ഞാൻ വന്ന സമയത്ത് -ഡിഗ്രി ഉള്ള സമയത്താണ്, കാരണം കംപ്ലീറ്റ് പുറത്ത് മഞ്ഞുള്ള സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. ഇത് മാനേജ് ചെയ്യാൻ എൻ്റെ ബോഡിക്കും എൻ്റെ ഹോർമോണും എൻ്റെ സ്കിന്നിനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ നിർത്തി പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഗ്രാജുവലി പതിയെ എൻ്റെ ബോഡി അത് ഓക്കെ ആയി. ഇപ്പോഴും ഞാൻ മഞ്ഞുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന സമയത്ത് മിനിമം ഒരു 45 മിനിറ്റ്സ് എനിക്ക് പ്രിപ്പയർ ചെയ്യണം. തെർമൽ വെയറുകൾ ആദ്യം ഉള്ളിലിടണം, ബോഡി മൊത്തം മോയ്സ്ചറൈസിങ് ക്രീം തേക്കണം, ഹെയറിൽ അത്യാവശ്യം ഓയിൽ കാര്യങ്ങൾ തേക്കണം, ഗ്ലൗസ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ ഫ്രാക്ചറായിട്ട് വന്നിട്ടുണ്ടാവും. എനിക്കൊരു നോർമൽ ടെമ്പറേച്ചറാണ് 24-26 ആണ് എപ്പോഴും കംഫർട്ടബിൾ. പക്ഷേ നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് നവംബർ മുതൽ അല്ലെങ്കിൽ ഡിസംബർ മുതൽ ഏപ്രിൽ വരെ കംപ്ലീറ്റ് മഞ്ഞിലായിരിക്കും എല്ലാ ദിവസവും ഉണ്ടാവുക. ഓക്കെ, അനുശ്രീയുടെ ഒരു ക്വസ്റ്റ്യൻ മിസ്സായിപ്പോയി, സോറി അനുശ്രീ. ഡു യു തിങ്ക് ഇന്ത്യസ് ടൂറിസം സെക്ടർ ഈസ് ഡെവലപ്പിംഗ് ലൈക്ക് അതർ കൺട്രീസ്? ഏറ്റവും സാധ്യതയുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ, എസ്പെഷ്യലി കേരളം. അതിഭീകരമായ സാധ്യതകളാണ് ഇന്ത്യയിലെ ടൂറിസം സെക്ടർ. നമുക്ക് കോടികൾ കൊയ്യാൻ പറ്റും ഇന്ത്യയിലെ ടൂറിസം സെക്ടർ. പക്ഷേ കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ പ്രശ്നം അവിടെ എല്ലായിടത്തും ഉണ്ട്. പലപ്പോഴും നമ്മുടെ ടൂറിസം പ്രൊജക്റ്റിലുള്ള കണ്ടിന്യൂറ്റി, അതിൻ്റെ മെയിൻ്റനൻസ് അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസോ വീഡിയോസോ കാണുമ്പോൾ അറിയാം എത്ര വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇവർ ഓരോ പ്രൊജക്റ്റിനെയും കൊണ്ടുവരുന്നത്. ഒന്നും താൽക്കാലികമല്ല, ഫോർ ഫ്യൂച്ചറാണ് ഇവരുടെ ടൂറിസം ഡെവലപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നത്. ഇതേ രീതിയിൽ വേണം കേരളത്തിലും കൊണ്ടുവരാൻ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇവിടുത്തെ പല സ്ട്രക്ചറുകളും മൗണ്ടെയ്ൻസിനെ ഒരു കേടും വരുത്താതെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം കേടുകൾ കുറക്കാൻ പറ്റുമോ അത്രത്തോളം കേടുകൾ കുറച്ചിട്ടാണ് പലപ്പോഴും ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് ചെയ്യുക, ടൂറിസം പ്രൊജക്റ്റുകൾ ചെയ്യുക. ആ മൗണ്ടെയ്ൻസിനെ കവർ ചെയ്തുകൊണ്ട്, ആ മൗണ്ടെയ്ൻസിനെ കോട്ടങ്ങൾ പറ്റാതെ ഒക്കെയാണ് പലപ്പോഴും ഇവരുടെ പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്നതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ഒരു ഏരിയ നോക്ക്, എത്ര നാച്ചുറലായിട്ടാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം ഇതൊക്കെ ആപ്പിളുകളുണ്ട്, പല ഫ്രൂട്ട്സ് ഉണ്ട്. ഓരോ വീട് നോക്ക്, അവരുടെ മുറ്റം പ്രത്യേകിച്ച് കട്ടകളൊന്നും പതിക്കാതെ നാച്ചുറലായിട്ടാണ് ഇവരെല്ലാവരും കീപ്പ് ചെയ്യുന്നത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഒരു കൾച്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് കാർ വാഷിൻ്റെ സെൻറ്ററാണ്, സെൽഫ് കാർ വാഷാണ്. അതായത് 15 ലാറിയാണ് ഇവിടുത്തെ കറൻസി, ജോർജിയൻ ലാറിയാണ്. 15 ലാറിയാണ് വരിക. ഒരു ലാറി 26 റുപ്യാണ്. 15 ലാറി വേണം മിനിമം. 10 to 15 ലാറി വരും നമുക്ക് ഒരു കാർ വാഷ് ചെയ്യാൻ. ഇത് സെൽഫ് കാർ വാഷാണ്. ഇവിടുത്തെ ഒരുവിധം ഇത് 24 hours സെൽഫ് വാഷാണ്. കാർ നിർത്തുക, അവിടെ ഗണ്ണുണ്ടാവും, ഇവിടെ സൈക്കിൾ ഒരാൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 to 4 ലാറി കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ കാർ വാഷ് ചെയ്യാം. ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു പ്ലാനിൽ ഇവിടുത്തെ ഒരുവിധം എല്ലാ ആളുകളും ഇത്തരം കാര്യങ്ങളാണ് ഇവിടുത്തെ ആളുകളെല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇനി വേറെ എന്താണ് ഇവിടുന്ന് നല്ല ഒരു കാഴ്ച കാണിച്ചു തരാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഇതൊരു ഗവൺമെൻറ് ഓഫീസാണ്. വണ്ടി പാർക്ക് ചെയ്ത ഒരു ഡിസിപ്ലിൻ നോക്ക്. വളരെ വൃത്തിക്കാണ്. റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടാണിത് ഈ കാണുന്നത്. എല്ലാം വളരെ വൃത്തിക്കായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ ഓരോ വണ്ടികളും ആളുകൾ നിർത്തുക. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ, അത്ര വൃത്തിക്ക് നമ്മൾ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പോലീസ് വന്നിട്ട് പോലീസ് ഫൈൻ ചാർജ് ചെയ്യും. ഒരുപാട് പോലീസ് ഫൈൻ ഇതേപോലെ കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ ഫൈൻ കിട്ടിയാണ് ഞാനൊക്കെ എങ്ങനെ വണ്ടി പാർക്ക് ചെയ്യണം എന്നുള്ളത് പോലും പഠിച്ചത്. വളരെ സിമ്പിളായിട്ട് ലോ കോസ്റ്റിൽ കാര്യങ്ങൾ ചെയ്തു നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതേപോലെ വെൽ പ്ലാൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ കണ്ടിട്ട് വേണം. നമ്മളെ കേരളത്തിൽ ഒരുപാട് സാധ്യതയുള്ള രാജ്യമാണ്, സ്റ്റേറ്റൊക്കെയാണ് നമ്മളിതൊക്കെ. ആൻഡ് വി നീഡ് മോർ പ്ലാൻസ്. ഒരുപാട് പ്ലാനുകൾ ഇനി നമുക്ക് വേണം. ശരിക്കും കേരളം റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറാൻ നമുക്ക് നമ്മളെ ടൂറിസം മാത്രം മതി. അത്രമാത്രം കേരളം ബ്യൂട്ടിഫുൾ ആണ്. കേരളത്തിൽ വന്ന ഒരുപാട് ട്രാവലേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയൽ കേരളത്തിലെ കോഴിക്കോടിനെ കുറിച്ചും കണ്ണൂരിനെ കുറിച്ച് പോലും എന്നോട് സംസാരിച്ച ഒരു ബ്രസീലിയൻ ഉണ്ട്. ബ്യൂട്ടിഫുൾ എന്നാണ് പറയാം. നമ്മളെ കേരളത്തിലെ തെയ്യം, കോഴിക്കോടിലെ റെസ്റ്റോറൻറ്റുകൾ ആൻഡ് കൊച്ചി, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയും. ഇന്ത്യയിൽ തന്നെ പല ആളുകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ആളുകളുള്ള, ഏറ്റവും നല്ല ആളുകളുള്ള, ഏറ്റവും ക്ലീനായ സ്റ്റേറ്റ്. നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് എടുക്കാനുണ്ട് കേട്ടോ കേരളത്തിന്. ഇതൊക്കെ കേരളമാണെന്ന് പറയാം. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരെന്നാണ് എപ്പോഴും കേരളക്കാരെ കുറിച്ച് വിദേശികളൊക്കെ പറയാറുള്ളത്. സോ വി ക്യാൻ ബി പ്രൗഡ് അബൌട്ട് ദാറ്റ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഓക്കെ ഷഹൽ എന്താ ചോദിച്ചിട്ടുണ്ട്, വാട്ട് കാൻ യു ട്രാവൽ വിത്തൗട്ട്? ട്രാവൽ വിത്തൗട്ട് മേ ബി ഇൻ്റർനെറ്റ് ഇല്ലാതെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ഒന്ന് എനിക്ക് എപ്പോഴും സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കണം. ഞാൻ കുറച്ച് അഡിക്റ്റഡ് ആയ ഒരാളാണ്. എനിക്ക് സ്റ്റോറി എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം. പിന്നെ ആളുകളായിട്ട് എപ്പോഴും കണക്റ്റ് ആയിക്കൊണ്ടിരിക്കണം എനിക്ക്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ഇൻ്റർനെറ്റ് ഞാൻ എപ്പോഴും നോക്കി വെക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ കണക്ഷൻ മിസ്സായി പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകുന്നതിന് മുമ്പ് അവിടുത്തെ സിം കാർഡ് എവിടെയാണ്, ഇറങ്ങിയ ഉടൻ ഞാൻ ആദ്യം എടുക്കൽ സിം കാർഡാണ്. പക്ഷെ അത് വലിയൊരു ബെനിഫിറ്റുമാണ്. കാരണം നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനും ലൊക്കേഷൻസ് പഠിക്കാനും ആ നിയറസ്റ്റ് പ്ലേസസ് പഠിക്കാനൊക്കെ സെൽഫായിട്ട് സോളോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഇൻ്റർനെറ്റ് വലിയ ഒരു ബെനിഫിറ്റുള്ള കാര്യമാണ്. രണ്ടാമത്തത് ഫുഡ്. ഇത് രണ്ടും എനിക്കെപ്പോഴും എൻ്റെ കയ്യിൽ വേണം. കാരണം ഇഷ്ടപ്പെട്ട ഫുഡ് വേഗം കണ്ടെത്തുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ട്രാവലിംഗ് ഞാൻ ചെയ്യുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു പരിപാടി. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്ന ഫുഡ് അന്ന് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഫുഡിനെ കുറിച്ച് എപ്പോഴും ഞാൻ പഠിച്ചു വെച്ചിരിക്കും. അവിടെ എവിടേക്കാണ് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്, എന്തൊക്കെ ഫുഡാണ് ഉള്ളത്. എന്നെ ഹാപ്പി ആക്കാൻ ഏറ്റവും വലിയ വഴി ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫുഡും ഇൻ്റർനെറ്റും ഞാൻ എപ്പോഴും എൻ്റെ ട്രാവലിങ്ങിൽ മനസ്സിൽ വെക്കുന്ന ഒരു കാര്യമാണ്. വാട്ട് ഇസ് ദ മോസ്റ്റ് ഫിയർലെസ് തിങ് യു ഹാവ് എവർ ഡൺ? അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു കണക്ഷൻ കിട്ടുന്നില്ല. വാട്ട് ഇസ് ദ മോസ്റ്റ് ഫിയർലെസ് തിങ്? കുറേ ചെയ്തിട്ടുണ്ടാവും. പല കാര്യത്തിലോട് പേടിയുണ്ട്. പേടിയില്ലാതെ ചെയ്തത് എന്താണ് ഇഷ്ടം? ഞാൻ പേടിയില്ലാതെ ചെയ്തൊരു കാര്യം, ഇപ്പം എൻ്റെ അടുത്ത് ദിസ് ഈസ് ഹിഷാം, നാട്ടിൽ തൃശ്ശൂരാണ്. ഇപ്പോൾ ഒരു ലോങ് ട്രക്കിംഗ് കഴിഞ്ഞ് 2 ദിവസം മുമ്പ് എത്തിയിട്ടുള്ളൂ. അതിൻ്റെ ക്ഷീണത്തിലാണ്. ഒരാഴ്ചയോളം ഒരു മൗണ്ടെയിനിലൂടെ ട്രക്ക് ചെയ്ത് കയറി. എത്ര കിലോമീറ്റർ കയറി? 47 കിലോമീറ്റർ നടന്ന് കയറി ആ മൗണ്ടെയിൻ്റെ മുകളിൽ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസമായിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ എനർജി ഫുള്ള് തീർന്ന് റെസ്റ്റിങ്ങിലാണ് ആള്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ട്രാവൽ എന്നുള്ള ഡിസ്കഷനാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇഷാം മോർ ദാൻ 40 കിലോമീറ്ററാണ്
മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്ത് കയറിയത്. പിന്നെ ടെൻറ്റ് ചെയ്ത് കുറേ ദിവസങ്ങൾ ആ മൗണ്ടെയിൻ്റെ മുകളിൽ താമസിച്ചു. വളരെ ബേസിക്കായ ഫുഡൊക്കെയാണ് കയ്യിലുണ്ടായിരുന്നത്, വളരെ ബേസിക്കായ ഇൻകം. എത്ര എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വന്നത് അത്രയും ദിവസത്തിന്? 50 ലാറിയാണ് ഇത്രയും ദിവസത്തിന് ഫുഡ് ട്രാവൽ മൊത്തം എക്സ്പെൻസ് വന്നില്ല അല്ലേ? ബ്രെഡ്, തക്കാളി, ചീസ്. 50 ലാറി എന്ന് പറഞ്ഞാൽ 15 to 26 ഒരാഴ്ചയോളം ഒരു ട്രക്കിംഗ് ക്യാമ്പ് കഴിഞ്ഞ് വന്ന ഒരാളുടെ ആകെ കോസ്റ്റ് 50 ലാറിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ ആയി മാറും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രാവൽ ചെയ്യണോ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്കില്ലുകളെ ഭയങ്കരമായിട്ട് നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ട്രാവൽ ചെയ്യാനുള്ള ഇൻകം ഉണ്ടാവുള്ളൂ. വാട്ട് ഹാസ് ബീൻ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഐറ്റം ഓഫ് ഫുഡ് യു ഹാവ് ടേസ്റ്റഡ്? ജോർജിയയിലാണെങ്കിൽ ജോർജിയൻ ഷവർമ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി അമേസിങ്. നമ്മുടെ നാട്ടിലുള്ള ഷവർമേനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷവർമയാണ് ജോർജിയൻ ഷവർമ. എൻ്റെ റൂമിൻ്റെ താഴെ തന്നെ ഒരു ഷവർമ 24 hour ഷവർമ സെൻറ്റർ ഉണ്ട് ആൻഡ് ചീപ്പ് കോസ്റ്റുമാണ്. അപ്പോൾ അത് ജോർജിയൻ ഷവർമ ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. അതേപോലെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്ന ഒരു സാധനമാണ് ജോർജിയൻ ചിക്മെറൂലി എന്ന് പറഞ്ഞൊരു ഫുഡുണ്ട്. ഗാർലിക് പേസ്റ്റും ബ്രോസ്റ്റഡ് കൈൻഡ് ഓഫ് ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കറി പോലെ ചെയ്ത് തരുന്ന ഒരു സാധനമുണ്ട് ജോർജിയൻ ചിക്മെറൂലി എന്ന് പറഞ്ഞിട്ട്. അമേസിങ്, ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്കൊരു ബ്രോസ്റ്റിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. ആൻഡ് ഗാർലിക് തൂമൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ, അതും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വല്ലാത്തൊരു കളിയാണ് ഇത്. ഭയങ്കരമായിട്ട് എൻ്റെ ഫേവറേറ്റ് ഡിഷിലുള്ളൊരു സാധനമാണ്. ഇതൊന്നും എക്സ്പെൻസീവ് ഫുഡുകളൊന്നല്ല കേട്ടോ, പറയുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്ന് ഫീൽ ചെയ്തത്. ഇതൊക്കെ സാധാരണക്കാരുടെ ഭക്ഷണങ്ങളാണ്. ഇങ്ങനെ കുറേ ഫുഡുകളുണ്ട് ഇവിടുത്തെ ലോക്കൽ ഫുഡിൽ. ഷവർമ എനിക്ക് ഭയങ്കര, ഞാനിപ്പോൾ ആ ഒരു കാർ വാഷ് കാണിച്ചാൽ എനിക്ക് തൊട്ടപ്പുറത്ത് ഷവർമ സെൻ്ററാണ്. അപ്പോൾ എല്ലാവരും പരമാവധി സ്വന്തം ക്യാഷിന് ട്രാവൽ ചെയ്യുക. അതിന് വേണ്ടത് നമ്മൾ കരിയർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മണി ഈസ് നോട്ട് എവറിത്തിങ് ബട്ട് ഇറ്റ് ഈസ് സംതിങ്. പൈസ എപ്പോഴും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സ്റ്റഡീസ് ഭയങ്കരമായിട്ട്, ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ആണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ്, അതിൻ്റെ സാധ്യതകൾ, വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളത് ഒരിക്കലും ആ കോഴ്സ് കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ നിൽക്കരുത്. ആ കോഴ്സ് നിന്നുകൊണ്ട് തന്നെ എക്സ്പ്ലോർ യുവർ സെൽഫ്. ഞാൻ ചെയ്തൊരു കാര്യം അതാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് മ്യൂസിക് സെക്ഷൻ ആണെങ്കിലും ഫിലിം ആണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്ത ജോലികളാണെന്നെങ്കിലും ഞാൻ മാക്സിമം എൻ്റെ സെൽഫിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ എന്തൊക്കെയോ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നൊക്കെയാണ് വാട്ട് വി ക്യാൻ ഡു ബെസ്റ്റ് ഫ്രം അവർ സെൽഫ് എന്നുള്ളത് കണ്ടെത്താൻ പറ്റുള്ളൂ. സോ താങ്ക് യു തബ്ഷീർ, ഇറ്റ് ഈസ് എൻ എൻലൈറ്റിംഗ് ഇൻട്രാക്ഷൻ. എന്നെ സമയത്തുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ യൂണിറ്റി വുമൻസ് കോളേജുമായിട്ടുള്ള എൻ്റെ ഒരു കണക്ഷൻ ഞാൻ പറയാം. ഞാൻ അസാപ്പിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം രാത്രി 7 മണിക്കാണ് സെഷൻ വെച്ചത്. അന്ന് ബാബു സാറാണ് അസാപ്പിൻ്റെ കോർഡിനേറ്റർ. അങ്ങനെ ഞാൻ അമൽ കോളേജിലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ ലേറ്റായിട്ട് ഞാൻ നല്ല സ്പീഡിൽ ബൈക്ക് ഓടിച്ചിട്ടാണ് യൂണിറ്റി വുമൻസ് കോളേജിലേക്ക് വരുന്നത്. അങ്ങനെ മഞ്ചേരി പള്ളിപ്പടി വെച്ചിട്ട് എനിക്ക് ആക്സിഡൻ്റ് ആയി. ഇവിടെ ഒരു 6 സ്റ്റിച്ചൊക്കെ ഇവിടെ ഇട്ടുണ്ട്. അങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് അവിടെ കിടന്നു. നേരെ മാനു ഹോസ്പിറ്റലിൽ പോയി. അന്ന് ബാബു സാറൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്ന് നോക്കുമ്പം കംപ്ലീറ്റ് ലോസാണ്. ഷർട്ട് പോയി, പാൻറ്റ് പോയി, ഇവിടെ സ്റ്റിച്ച്, ഫുൾ ഫ്രാക്ചർ, ഫുള്ള് ഷർട്ടും പാൻറ്റും ഒക്കെ പോയി. അന്ന് ഉണ്ടായൊരു രസം എന്താണെന്ന് വെച്ചാൽ ആ കോലത്തിൽ നേരെ യൂണിറ്റി വുമൻസ് കോളേജിൽ വന്നിട്ട് 2 മണിക്കൂറോളം അന്ന് സെഷൻ എടുത്തിട്ടുണ്ട്. അന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് അന്ന് നാളെ എക്സാമാണ്. അന്ന് രാത്രി സെഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അന്ന് രാത്രി തന്നെ ഇത് ഓൾറെഡി ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് പെയിനൊന്നും അറിയില്ലല്ലോ. അന്ന് രാത്രി അവിടെ എത്തി. ഈ ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് അന്ന് അർദ്ധരാത്രി 2 മണിക്കൂർ സെഷൻ എടുത്തു. എല്ലാം കഴിഞ്ഞ് അന്ന് എനിക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ബാബു സാർ അന്ന് അറേഞ്ച് ചെയ്ത് തന്നു. ആൻഡ് അങ്ങനെ ഒരു വലിയൊരു കണക്ഷൻ യൂണിറ്റി കോളേജിനായിട്ടും ബാബു സാറായിട്ടും വിനീത മാമിനായിട്ടും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഷബീർ സാറായിട്ടൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ കരിയറിൽ തന്നെ ഒരുപാട് എനിക്ക് പുഷ് തന്നിട്ടുള്ളൊരു കോളേജും കൂടിയാണ് യൂണിറ്റി കോളേജ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അത്രയും പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കോളേജാണ് യൂണിറ്റി കോളേജ്. ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ് ദ ഇൻട്രാക്ഷൻ. ഇറ്റ് വാസ് പ്ലഷർ ടു ഹിയർ ഓൾ ദ ഫ്രം ജോർജിയ. താങ്ക് യു സോ മച്ച്. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ ബോറടിപ്പിച്ചിട്ടുണ്ടാവും. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. പറ്റുന്ന ആളുകളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് കണക്ട് ചെയ്യുക.
ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഞാൻ സ്റ്റോറികൾ ഇടാറുണ്ട്, ഇവിടുത്തെ കാഴ്ചകൾ ഇടാറുണ്ട്, എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 24 hour ലൈവായിട്ട് ഉണ്ടാവാറുണ്ട്. ആൻഡ് യൂട്യൂബ് ചാനൽ വിൽ ബി ഓപ്പൺ വെരി സൂൺ. ഇൻസ്റ്റാഗ്രാമിൽ തബ്ഷി മച്ചാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റൈലിന് വേണ്ടി കൊടുത്തതാണ്. സോ വാട്ട് ഷുഡ് ഐ ഡു? എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇതുവരെ സഹിച്ച് കേട്ടിരുന്നതിന്, ചോദ്യങ്ങൾ ചോദിച്ചതിന്. ആൻഡ് ഷബീർ സാർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനൊക്കെ ഒരുപാട് ഹൃദയത്തിൽ തൊട്ട് നന്ദി. ഹായ്, മൈ സെറ്റ് സർഷന പർവീൻ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെ ഗസ്റ്റ് തബ്ഷീർ സാറിനോട് താങ്ക്സ് പറയാനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചത് ഷബീർ മോൻ സാർ, നമ്മളെ എല്ലാമായ ഷബീർ മോൻ സാറിനോട് താങ്ക്സ് പറയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോൾ സെക്കൻഡ് ടൈമാണ് സാർ ഒരുക്കി തരുന്നത്. സാറിൻ്റെ ടൈമൊക്കെ വേസ്റ്റ് ചെയ്തിട്ട്. പിന്നെ താങ്ക്സ് പറയാനുള്ളത് മുഹമ്മദ് അലി സാറിനോടാണ്. സാർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇവൻ ദോ ഹീസ് നോട്ട് ടീച്ചിങ് അസ് ബട്ട് ലൈക്ക് he's always with us. So thank you Muhammad Ali sir for being with us. പിന്നെ നമ്മളെ മെയിൻ ഗസ്റ്റ് തബ്ഷീർ സർ. സാറിനോട് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു ജോർജിയയെ പറ്റി. പിന്നെ സാറിൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഈ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ സാറിൻ്റെ ഇൻസ്റ്റഗ്രാം പോയി നോക്കി. അപ്പോൾ തബ്ഷി മച്ചാൻ എന്നായിരുന്നു പേര്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കേട്ടു. സാറിൻ്റെ ആ ഒരു വേ ഓഫ് സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ലൈക്ക് ഈ ഒരു ദിവസത്തിന്, ഈ ഒരു സമയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. നോക്കി 4 മണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം സാറ് പറഞ്ഞു 4:30 അപ്പോൾ ആ ഒരു ടൈം ഇങ്ങനെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നോക്കി എന്താണ് സാർ പറയാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് for sharing your life experiences, your personal experiences, your travel experiences. Thank you so much sir for giving us your valuable time. Thank you so much for all. Like എൻ്റെ ഭാഗത്തു നിന്നും, എൻ്റെ കോളേജിൻ്റെ ഭാഗത്തു നിന്നും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും. Goodbye.